ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കണ്ടന്റാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ടി ഫാമിലിയെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ടി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുക്കം പറഞ്ഞാൽ 25 വയസ്സുള്ള ഭർത്താവും 45 വയസ്സുള്ള ഭാര്യയും. ഇപ്പം ഇവരുടെ ഏജിൻ്റെ ഈ ഒരു ഡിഫറൻസ് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഇവർക്കൊരു പകുതിയിലധികം പ്രായമുള്ളൊരു ഡിഫറൻസ് ഇവർക്കിടയിലുണ്ട്. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസമാണെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ വെറൈറ്റി മീഡിയയിൽ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കമൻറ്റ് ബോക്സുകളിൽ നല്ല രീതിയിൽ കുരുപൊട്ടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ കമൻറ്റുകളൊന്നും ഞാനിവിടെ വെക്കുന്നില്ല, കാര്യം വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ ഒരു വീഡിയോയുടെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ കമൻറ്റുകൾ മുഴുവനായിട്ട് കാണാൻ പറ്റും. സോ കമൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് പരാമർശിച്ചുകൊണ്ടായിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം ആ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തുള്ള കുറച്ച് ബൈറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ എങ്ങനെ എല്ലാരും ചോദിക്കണ്ട ലവ് മാരേജ് ആണോ? ലവ് മാരേജും അല്ല, അറേഞ്ച്ഡ് മാരേജും അല്ല. പിന്നെ അതാണ് അതിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. സത്യം പറയാണെങ്കിൽ മാരേജ് മാരേജ് ചെയ്യുമ്പോ ഇഷ്ടപ്പെട്ട് കണ്ടല്ലേ മാരേജ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോ ഇഷ്ടപ്പെട്ടുള്ള മാരേജ് ആണ്. പക്ഷെ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷയാണ്. അത് ഞങ്ങള് എക്സ്ക്ലൂസീവ് ന്യൂസ് ഞങ്ങളുടെ ചാനലിൽ ഇവരുടെ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇവര് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മറുപടി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ്. അതായത് ലവ് മാരേജും അല്ല അറേഞ്ച്ഡ് മാരേജും അല്ല, ഒരു മാരേജ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റഡ്ലി മറ്റു പല രീതിയിലുമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇവർ കൊടുക്കുന്ന മറുപടി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇവരിങ്ങനെ ക്ലാരിറ്റി ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനിവരെ ഒരു ക്ലാരിറ്റി ജനങ്ങൾക്ക് മുന്നിലേക്ക് തരണം? ഓൾറെഡി ഇവരാണെങ്കിൽ വിവാഹിതരായി എന്നറിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു പറഞ്ഞപ്പോഴത്തേന് കുറേ ആളുകൾ ഇവരുടെ ഭാഗം എന്താണെന്ന് കേൾക്കാതെ തന്നെ ഇവരെ ഹറാസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് കമൻസും സൈബർ ബുള്ളിങ് ഇവരുടെ റിയൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെങ്ങനെ കല്യാണത്തിൽ എത്തി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഇവരുടെ അത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനി തുറന്ന് പറയുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ ഇവരിത് ക്ലാരിറ്റി തരാത്തത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനിവരിത് ക്ലാരിറ്റി തരണം? അവരുടെ ജീവിതത്തിൽ വീണ്ടും അതൊരു പ്രശ്നം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരൊരു ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യം? നമ്മുടെ കോടതികളിൽ പോലും പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു പ്രതിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ പ്രതിക്ക് മിണ്ടാതിരിക്കാനുള്ള അവകാശം, ഒന്നും മിണ്ടാതിരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇൻ്റർവ്യൂവിൽ വന്ന് പറയുമ്പോൾ പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചിരിയും കളിയും മാത്രമേ ഉള്ളൂ, പിന്നെ എന്തിനും ഇവർ ഇൻ്റർവ്യൂ കൊടുക്കണം എന്നുള്ളത്. അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം, അവർക്ക് പറയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാം, അല്ലാത്തത് അവർക്ക് പറയാതെ ഇരിക്കാം. കണ്ടു ആരെയും കിറ്റായിട്ട് പോകുന്ന ഷെഫി അവിടെ നിന്ന് കണ്ടു, എന്നിട്ട് കണ്ട് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞ് ഒരു പാവലേഖനം നടന്നു പോണ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നല്ലോ, അങ്ങനെ പറഞ്ഞ്. അപ്പൊ ഇവന് അത് വേറെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞ്. അപ്പൊ എനിക്ക് ടോട്ടലി കുറച്ച് ശത്രുക്കളുണ്ട്. ഞാൻ എന്തിനും എനിക്ക് പെട്ടെന്ന് ഞാൻ സംസാരിക്കും, ചൂടാവുകയല്ല സംസാരിക്കൂ, റിയാക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ വളരെ കുറവാട്ടോ, ഇപ്പൊ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി കുറെ ശത്രുക്കളുണ്ട്. മിണ്ടാതെ വീട്ടിലിരുന്നേ ഉണ്ടാവില്ലായിരുന്നു, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും. അപ്പൊ ആ ശത്രുക്കളുടെ ഇടയിലേക്കൊക്കെ എത്തിയാൽ വേറെ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് അപ്പോ ഇവൾക്ക് ഇവിടെ മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നു. അതല്ലാണ്ട് വേറെയുള്ള സംഭവങ്ങളൊന്നല്ല. കുറെ കമന്റ് ഒക്കെ വരുന്നതൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് അങ്ങനത്തെ എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും, ഹാജരാക്കും. അങ്ങനെ ഇഷ്ടമായി. അങ്ങനെ ഇവിടെ സിറ്റുവേഷൻ അങ്ങനെ ആയപ്പോ ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, അത് ഞാൻ ഏറ്റെടുത്തോളം സീനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇത് ഇവരെങ്ങനെ ആദ്യമായിട്ട് കണ്ടുമുട്ടി പിന്നെ എങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണിത്. അപ്പോൾ മച്ചാൻ പറയുന്നത് ഈ ഒരു ലേഡി ഈ മച്ചാൻ കാരണം ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒരു മച്ചാൻ കാരണം സംഭവിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് മച്ചാൻ വിവാഹം കഴിച്ചതാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇപ്പോഴും ആ കമൻറ്റ്സ് എല്ലാം അതുപോലെ അവിടെ കിടപ്പുണ്ട്. ആൾക്കാർ വന്ന് കുറേ ഒരു കമൻറ്റ് ഇട്ടിട്ട് പറയാണ് ഇത് എന്തോ ഒരു സാഹചര്യത്തിൽ ഇവരെ നാട്ടുകാരെല്ലാം കൂടെ പൊക്കിയിട്ട് പിടിച്ച് കെട്ടിച്ചതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൺമുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരും അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, പല ആളുകളുടെയും പ്രണയം എന്ന് പറയുന്നത് പലതും പല രീതിയിലാണ്. അത് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ അവരെ അങ്ങനെ പെട്ടുപോയിട്ട് കെട്ടിയതാണെങ്കിൽ തന്നെ എന്താണ് പ്രോബ്ലം? അവർ ഇപ്പോൾ പ്രസൻറ്റിൽ അവർ ഹാപ്പിയാണോ അല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരെ. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവരുടെ ലൈഫ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് നിങ്ങൾ ഈ കുരു പൊട്ടിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഈ കമൻറ്റ് ഇടുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് എല്ലാം ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ അവരുടെ പാസ്റ്റ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അവർ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കിടന്ന് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തിൻ്റെ കേടാണ് നിങ്ങൾക്കൊക്കെ?
അല്ല എന്താ പറയാ, എനിക്കും അങ്ങനെ തന്നെ കണ്ടാലൊന്നും ഇഷ്ടക്കുറവൊന്നുമില്ല. ഇല്ല. കെട്ടണേനും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ കെട്ടാൻ പറ്റുമോ നമുക്ക് കുറെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും. നമ്മളെ ഫാമിലി ആയാലും വലിയ ഫാമിലി ആയാലും ഒക്കെ ഒരു പാവല്ലേ എന്നൊക്കെ പിന്നെ മക്കളെയും കൊണ്ടുപോയി എല്ലാവരും ഇങ്ങനെ പറയും ചെയ്തതിന് ഞാൻ അവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല, ഞാൻ കിട്ടിയ വള്ളി കയറി. കിട്ടിയ വള്ളി കയറി പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണെങ്കിൽ പല ആളുകൾ കമൻറ്റ് ബോക്സിൽ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇത് ഇപ്പം ഈ ഒരു ശേഷിക്ക് മാത്രമല്ല, ഡിവോഴ്സ്ഡായിട്ട് നിൽക്കുന്ന പല ലേഡീസിനാണെങ്കിൽ പോലും ഇനി ജീവിതം ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് വരുന്ന ചോദ്യചിഹ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഫാമിലി, സൊസൈറ്റി ഒക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങളുടെ പൈസയ്ക്കാണ് നിങ്ങൾ ജീവിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന സൊസൈറ്റി, ഫാമിലി ഇതിനെയൊക്കെ നോക്കേണ്ട ഒരാവശ്യമില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം ഇവരാരും അല്ലല്ലോ നിങ്ങൾക്ക് ചിലവിന് കൊണ്ട് തരുന്നത്, നിങ്ങൾ അധ്വാനിച്ച പൈസയും കൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം കിട്ടിയ വള്ളി കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ എന്താണോ, നിങ്ങൾക്കൊരു എന്താ പറയുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു വഴി തെളിയുന്ന എവിടെയാണോ അവിടെ കയറി നിങ്ങൾ നിൽക്കുക. അത് ജീവിക്കാനുള്ളൊരു നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. അത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. കുറേ ആൾക്കാർ ഇപ്പോഴും അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വീഡിയോയിൽ ഉമ്മാണോ മോനാണോ അങ്ങനെ ചോദിക്കും, എങ്ങനെ പറഞ്ഞാലും ചോദിക്കും. ചിലപ്പോ ക്യാപ്ഷൻ ഉണ്ടാവും, മൈ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും മോന് സൂപ്പർ എന്ന് പറയുക, അല്ലെങ്കിൽ ഇപ്പോ തള്ളേ അങ്ങനെയൊക്കെ എനിക്കിട്ട് കുറെ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ സൊസൈറ്റി സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാഴ്ചകളിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ടൊരു കാര്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓട്ട മത്സരത്തിലെ നിയമം എന്താണ്? ഓടി ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും കാലുകൊണ്ട് ഓടുമ്പോൾ രണ്ടുപേര് മാത്രം കൈകുത്തി നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൈകുത്തി ഓടുമ്പോഴത്തേക്കിനും എല്ലാ ആളുകളും ഇവരെ മാത്രം ശ്രദ്ധിക്കും. അപ്പം ഇതിൻ്റെ നിയമപുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല കൈകുത്തി ഓടാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓടി അവിടെ എത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കാണുന്ന ആളുകൾക്ക് ഇതൊരു കൗതുകമായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും വെളിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിയമപുസ്തകത്തിൽ എവിടെ ഇത് പറഞ്ഞിട്ടില്ല, ഇത് തെറ്റാണെന്നുള്ള പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വിവാഹം കഴിക്കാനുള്ളത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് പ്രായപൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു ലേഡിക്ക് 45 വയസ്സാവുക, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണെങ്കിൽ പുരുഷനെക്കാട്ടിൽ പ്രായം കുറവാവണമെന്നോ, അല്ലെങ്കിൽ സെയിം ഏജ് ആവണമെന്നോ, കൂടുതലാവണമെന്നോ, കുറവാണെന്നോ എന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ. പിന്നെ ഇത് പെട്ടെന്ന് ഒരു സമൂഹത്തിന് കാണുമ്പോഴത്തേക്കും കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതവരെ ഹറാസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരം കമന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇഷ്ടമാണല്ലോ. പക്ഷേ ഒരിക്കലും ഇപ്പൊ ഞങ്ങളോട് തന്നെ കുറെ ആൾക്കാർ ചോദിക്കും, ഫോണൊക്കെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ മാരേജ് കുറെ കോളൊക്കെ വരും. അപ്പൊ ഇങ്ങനെ മാരേജ് എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ കഴിക്കാൻ അക്കണോല് ആരെങ്കിലും ചിലപ്പോ ചെയ്യാൻ കാത്തിരുന്നിട്ട് പ്രചോദനം കിട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടോ? വീട്ടിൽ നിന്ന് പറയണ്ടാവുക, ചോദിക്കും എങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പെടുവെന്നുള്ളതാണ് ചോദിക്കുന്നത്. പെടുവെന്നല്ല എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിക്കും. അതല്ലാണ്ട് പിന്നെ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടോ, കുട്ടികളുണ്ടാവാൻ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കുറച്ച് എന്നോട് മാത്രം ചോദിക്കുന്ന കാര്യങ്ങളില്ല. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ട, കാരണം നമ്മൾ പോലെ ആയിക്കോളണമെന്നില്ല, എല്ലാവരും നമ്മൾ ധൈര്യം ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഈ പ്രഗ്നൻസിയുടെ അതുപോലത്തുള്ള ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യം ചോദിക്കുന്ന ഫൈൻ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ മീൻസ് നിങ്ങളെക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു ലേഡിയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഒരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ, അത് ഒരുമിച്ച് ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക. അതിനൊരാളുടെ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക, ഇവരുടെ അടുത്ത് ചോദിക്കുക, ഇവരുടെ ധൈര്യം കിട്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കിട്ടിയിട്ട് കല്യാണം കഴിക്കാനാണെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ടെൻഷൻ അടിച്ച് ഒന്നാമതേ യൂട്യൂബിന്റെ ആ ഒരു വിഷയം നമ്മളെ ഫാമിലിയൊന്നും ഇഷ്ടമല്ലല്ലോ. ഇപ്പോഴും വലിയ ഇഷ്ടമൊന്നുമില്ല. അവർക്ക് വരാൻ ഇഷ്ടമില്ലെന്നല്ലേ വീഡിയോയില്? അങ്ങനല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇഷ്ടമല്ല. ഷെഫിമാണ് സ്വന്തം ചെയ്തോട്ടെ എന്നുള്ളതില് ഫ്രെയിമിലൊന്നും വരണ്ട, മുസ്ലിം പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ലേ. അല്ല, മുസ്ലിം പെണ്ണുങ്ങൾ വീഡിയോസ് ചെയ്താൽ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാര്യം ഇത് ഇവിടെ ഈ ഒരു ചേച്ചി പറയുന്നത് മാത്രമല്ല, കാരണം കുറേ ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കുറേ പറയുന്നതായിട്ട് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. കുറേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നു. കാര്യം തീവ്രമായിട്ട് ഈ മതം ഈ തലയെ പിടിച്ചിരിക്കുന്ന കുറേ അന്ധന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, മതത്തിൻ്റെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർക്കാണ് ഈ പറയുന്ന കുരു പൊട്ടുന്നത്. മുസ്ലിം സ്ത്രീകൾ വീഡിയോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് അങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. എന്തോന്നറിയ ഇതൊക്കെ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ മതത്തിൽ നിന്നല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തി നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. മാരേജ് കഴിഞ്ഞ് ആ ടൈമിലൊന്നും ആദ്യം നമ്മുടെ മാരേജിന് വിളിക്കൂല, ഫ്രണ്ട്സ് പോലും എല്ലായിടത്തും ഒഴിവാക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം എന്റെ വഴിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടൂല, അങ്ങനെയൊക്കെ പേടികളൊക്കെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പൊ ഓലൊക്കെ മാരേജിന് വിളിക്കും. ഇപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് മാരേജിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു അഭിമാനമായിട്ട്, അന്ന് അപമാനമായത് ഇപ്പൊ ഒരു അഭിമാനമായിട്ട്. അതൊക്കെ വലിയ കാര്യല്ലേ? സെൽഫി ഒക്കെ എടുക്കാനൊക്കെ ഒരുപാട് അതാണ്
സെൽഫി ഒക്കെ എടുക്കാൻ കുറേ ആൾക്കാരുണ്ട്. കാര്യം മുമ്പ് ഇവർ കല്യാണം കഴിക്കുന്ന സമയത്തേക്കിന് ഇവർക്ക് ആദ്യം സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല, ഇവരെ ആർക്കും അറിയില്ല, ഇവർ ഫെയിം കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് അവർ യൂട്യൂബേഴ്സാണ്, അത്യാവശ്യം നല്ല ഫെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. ഇവർക്കൊപ്പം നിന്നൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആളുടെ മുന്നിൽ ഒരു വിലയാണ്. കാര്യം ഇവർ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് മാത്രം ഇത്തരം കീടങ്ങളെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇത്തരം കീടങ്ങളെ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ചില കൂട്ടുകാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അകറ്റി നിർത്തരുത്, ഇതേപോലെ ചിരിച്ചുകൊണ്ട് കൂടെ നിർത്തണം. ഓക്കെ, നമ്മുടെ ചിരിയായിരിക്കണം അവർക്ക് കൊടുക്കുന്ന മറുപടി. ഇപ്പം ഈ ഏജിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നബി കല്യാണം കഴിക്കുമ്പോൾ നബിക്ക് 25-ഉം ഖദീജ ബീവിക്ക് 40 ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടാറില്ല? ഇതിവർ കുറച്ച് ഫണ്ണി ആയിട്ടാണ് എടുത്തതെങ്കിൽ പോലും ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാര്യം ഇത് മതം ഇങ്ങനെ അന്ധമായിട്ട് ഭ്രാന്തായിട്ട് കണ്ടു നടക്കുന്ന ചില ആളുകൾക്കാണ് കൂടുതലും ഇത് ഇവരുടെ ഈ ഒരു എന്താ പറയുക ഫാമിലി കാണുമ്പോഴത്തേക്കിനെ കുറച്ച് ചൊറിച്ചിലുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമി ഉണ്ടായി മനുഷ്യന്മാർ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ നബി പോലുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. ഇന്ന് നിങ്ങൾ അവരെ എല്ലാം ദൈവമായിട്ട് സങ്കല്പിക്കുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നബി അതുപോലുള്ള ആളുകൾ മീൻസ് അവരെക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു ലേഡിയെ വിവാഹം കഴിക്കുകയും അന്ന് ഇവരുടെ ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ സമൂഹത്തിനാണെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവരും അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇത് വർഷം 2024 ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ 2 കൂട്ടരെ കാണുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയെ കാണുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകുന്നു. അപ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് അല്ലേ? കാര്യം അത്രയും മനുഷ്യൻ ഇത്രയും പുരോഗമിച്ച് ഇത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ഒരു പറ്റം സമൂഹം നമ്മുടെ ഈ ഒരു 2024 ഉണ്ടെങ്കിൽ കൂടി നിങ്ങളിൽ പല ആളുകൾക്കും ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്താഗതിയുടെ മാത്രം കുഴപ്പമാണ്. ഉണ്ട്, കാരണം നമ്മളെ കല്യാണം കഴിഞ്ഞ് ആരോട് ജോലി ചോദിക്കാനും ഉള്ള ജോലികളൊക്കെ തന്നെ പോയി. അത് ഞാൻ ഇന്നലെ കുറച്ച് വോയിസുകൾ എടുത്ത് ഞാൻ കേട്ട്, കാരണം എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്താണ് മൊത്തം ബ്ലോക്ക് ആയിട്ട് പൈസ ഒക്കെ പെൻഡിങ് ആയി, പൈസ ഇല്ല, പിന്നെ ചെലവിന് പൈസ ഇല്ല, പമ്പേഴ്സ് വാങ്ങാൻ പോലും പൈസ ഇല്ല, ആശു ഉണ്ട്. ആ സമയത്ത് ഞാൻ അത്രയും ആൾക്കാരോട് ജോബൊക്കെ ചോദിച്ച്, പിന്നെ ഷോപ്പിലൊക്കെ പോയി നിന്ന് കുറച്ച് അതിനെക്കൊണ്ട് അങ്ങനെ കുടുംബം കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണല്ലോ. വലിയ സ്വപ്നങ്ങളുമാണ് ചെറിയ ജോലിക്ക് പോകാനും ഉയർന്ന ചിന്താഗതിയും. അപ്പോൾ കുറെ ആൾക്കാരോട് ജോബൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞില്ലേ, അന്നലെ കുറച്ച് മെസ്സേജ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി ജോബ് ചോദിച്ച ആ സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല. എത്ര നമ്മൾ ആരോട് ജോബ് ചോദിച്ചാലും എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ല. ഞാൻ ആരോട് ഇനിയിപ്പോ എനിക്ക് നാളെ യൂട്യൂബ് അങ്ങനെ കൂടിയാണ് നമ്മൾ യൂട്യൂബിലേക്ക് ആ സമയത്ത് അതന്നെ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്ത്. ഈ ഒരു ഭാഗം ഞാനിവിടെ മെയിൻ വെക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു മച്ചാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോലിക്ക് വേണ്ടിയിട്ട് കുറേ ഇതുപോലെ തയ്യാറായിട്ട് നടന്നിട്ടാണെങ്കിൽ ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ കാരണം അവർ ജോലി കൊടുത്തില്ല, അങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്. അങ്ങനെ ഒരു വരുമാനം കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളിൽ പല ആളുകളുമാണെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ അണ്ടറിൽ വേണം നമ്മൾ നിൽക്കാൻ. അവരുടെ കീഴിൽ നമ്മൾ അടിമപ്പണി തന്നെയാണ് എടുക്കേണ്ടി വരിക. വേറെ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും ഒരാളുടെ അണ്ടറിലാണെങ്കിൽ അത് അടിമപ്പണി തന്നെയാണ് സുഹൃത്തെ. അയാൾ പറയുന്ന ജോലി വേണം നമ്മൾ ചെയ്യാനൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഈ ചില സ്ഥലങ്ങളിൽ നമുക്ക് സാറേന്ന് വിളിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ഈ സാറേന്ന് വിളിക്കുന്ന പോലത്തെ ഒരു കെറുണ്ടല്ലോ വേറെ ഇല്ല, സീരിയസ്ലി. അതുകൊണ്ട് ഞാൻ അധികം ആരെയും സാറേന്ന് വിളിക്കാനെ കൊണ്ട് ഞാൻ നിൽക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബ് എന്ന് പറയുന്നത് കിട്ടിലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ഞാനൊന്നും ഇപ്പോഴും യൂട്യൂബിൽ ഇപ്പോൾ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടേതാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ എന്തെങ്കിലും ടാലൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്തുമായിരിക്കും നിങ്ങളുടെ ടാലൻറ്റ്, അല്ലെങ്കിൽ വായിൽ നാക്കില്ലേ, സംസാരിക്കാൻ നാക്കിട്ടടിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, നല്ലൊരു ക്യാമറയുണ്ട്, മീൻസ് ഉള്ള ക്യാമറയുണ്ട്, ആ ഒരു ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ട്, എന്തെങ്കിലും നിങ്ങളുടെ ടാലൻറ്റ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളൊരു വീഡിയോ ഇടുക. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 വീഡിയോ കൊണ്ട് ചിലപ്പോൾ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഒറ്റയടിക്കായിരിക്കും യൂട്യൂബിൽ റേഞ്ച് കയറി പോകുക. ആ സമയം കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ഒരുപക്ഷെ മാറിയെന്നിരിക്കും. ഒറ്റയടിക്ക് വൈറലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഇഷ്ടം പോലെ പൈസ തരുമോടെ, സീരിയസ്ലി ഇഷ്ടം പോലെ നിങ്ങൾക്ക് പൈസ തരും. സോ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു മച്ചാൻ പറഞ്ഞ ആ ഒരു ഭാഗം ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഷെയ്മിങ് കമന്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അതിനോടൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യാം? അത് എനിക്കറിയാം, ഞാൻ കണ്ണാടി നോക്കിയാൽ എത്ര ഉണ്ട് എന്നുള്ളത്. ഞാൻ എന്നെ ഇഷ്ടപ്പെടും, അപ്പൊ പിന്നെ ആര് പറഞ്ഞാലും എനിക്ക് കയറൂല. അത് നമ്മളെ ഇഷ്ടപ്പെടണമെന്നാണ്. അപ്പൊ അങ്ങനൊന്നും ഞാനില്ലല്ലോ, എനിക്ക് തെറ്റില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാളും. നല്ല മുഖച്ച കേട്ടല്ലോ, ബോഡി ഷേമിങ് അനുഭവിക്കുന്ന എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഫസ്റ്റ് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക. ഞാൻ ഈ പല ബോഡി ഷേമിങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വരുന്ന സമയത്തേക്കാണ് എനിക്ക് ഈ ബോഡി ഷേമിങ് അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ അടുത്താണ് എനിക്ക് കൂടുതൽ എന്തോന്നിടയുന്നത് എനിക്ക് തോന്നാറുള്ളത്. കാര്യം ഈ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എനിക്കൊന്നും തോന്നാറില്ല. കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ നമ്മളെന്തെങ്കിലും കളിയാക്കുമ്പോൾ നമുക്കത് ഹേർട്ട് ആവണമെങ്കിൽ, മീൻസ് എടാ നിന്നെ കാണാനെ കൊണ്ട് നിനക്ക് കുറച്ച് തടിയാണ്, നിങ്ങളുടെ ആ ഒരു തടിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ഒരാൾ ഇടാ തടിയാന്ന് വിളിച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആടാ ഞാൻ തടിയിടാം, അതിന് നിനക്കിപ്പോൾ എന്താടാ,
എന്ന് തിരിച്ച് ചോദിക്കണം. അത്രേ ഉള്ളൂ മൈൻഡ്. ഇപ്പം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും മറ്റൊരാൾ നമ്മളെ ബോഡി ഷെയ്മോ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ബോഡി ഷെയ്മിങ് ആയിട്ട് നമുക്ക് ഹേർട്ട് ആവുന്നത്. സോ ഫസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെടുക. പിന്നെ നമ്മുടെ ലോകത്ത് ചുറ്റുമുള്ള ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയം നമുക്കൊരു ഉണ്ടാക്കാൻ കാണത്തില്ല. ഓക്കെ. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അത്യാവശ്യം എന്താ പറയുക, കുറേ കാര്യങ്ങൾ മീൻസ് ഈ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ കിടന്നിട്ട് ഇവരെ ഭയങ്കര ഒരു വൾഗറായിട്ടുള്ള ഈ ഒരുമാതിരി ചിന്തിക്കാനുള്ള ഒരു ശേഷിയില്ലാത്ത, കാലഘട്ടം മാറി നിറയാത്ത കുറേ ആളുകളുണ്ട്. നിങ്ങൾ വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അവർ രണ്ടുപേരും എന്തുമായിക്കോട്ടെ പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടാൾക്കാരാണ് അല്ലേ. അപ്പം അവർക്ക് അവരുടെ ലൈഫിൽ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അവരടിയും വഴക്കുമായിട്ട് എന്നും ഒന്നും ഇരിക്കുമല്ലോ, അവർ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന് കമൻറ്റ് ബോക്സിലിരുന്ന് കുരു പൊട്ടിക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹാപ്പി ആണോ എന്നതുള്ളത് ആലോചിച്ചിട്ട് ഇത്തരം കമൻറ്റ്സ് ഒക്കെ ഇടാനെ കൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോയുടെ താഴേക്ക് വരിക.